ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു റിവർ സൈഡിലാണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ വാമനപുരം നദിയുടെ കൈവഴിയായ കല്ലാറാണ്, വിതുരയിലാണ്. ഇതാ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ പിന്നെ കാണാമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടോ ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പുഴയുടെ അരികിലുള്ള ഒരു കിടിലൻ സ്റ്റേയും തൊട്ടടുത്ത് ഫോറസ്റ്റ് ഏരിയയൊക്കെയാണ്. അതാണ് ഇത്രയും കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഒരു വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് റിലാക്സ് ചെയ്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അക്കോമഡേഷൻ. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. അവിടെയും ഫ്രണ്ടിലും വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ തണലത്ത് പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മുറി. AC ഉണ്ട്, അതേപോലെ ഫാൻ, TV കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു വാഷ്റൂമാണ്. ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഹാൻഡ് വാഷൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. പിന്നെ അത് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഡ്യൂക്സ് ഫോറസ്റ്റ് ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു റിസോർട്ടുണ്ട്. പൊന്മുടി പോകുന്ന വഴിക്ക് വേറൊരു റൂട്ടിലാണത്. എക്സാക്റ്റ് ഏരിയ ഞാൻ മറന്നു, ആനപ്പാറയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു റിസോർട്ടാണ് ഓർമ്മ വന്നത്. അതിൻ്റെ ഒരു കുഞ്ഞ് വേർഷൻ, കുറച്ചുകൂടെ ചെറിയ വേർഷൻ. റെസ്റ്റോറൻറ്റ് ഏരിയയൊക്കെ ഉണ്ട്. മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഫുഡൊക്കെ അവർ റെഡിയാക്കി തരും കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഉച്ചയ്ക്ക് നേരത്തെ എത്തി, ഇപ്പോൾ 1 മണിക്ക് തന്നെ എത്തി. പക്ഷേ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കുന്ന ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. ഇതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന റൂംസ് കേട്ടോ. AC ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പോയപ്പോൾ നല്ല വെയിലാണ്. നമ്മുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലേ, ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, കല്ലാറിങ്ങനെ കാണാൻ പറ്റും. ഒരു എന്താ പറയുക, നമുക്കിവിടെയൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. മഴക്കാലത്തൊക്കെ കുറച്ചുകൂടെ നല്ല വെള്ളമായിരിക്കും കേട്ടോ. നല്ല ശക്തിയിൽ വെള്ളം ഒഴുകുന്ന സമയങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട്. ഒഴുക്ക് കുറവാണ്. നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റും. എന്തായാലും സൂക്ഷിക്കണം, ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ. പുഴയിലേക്ക് ഇറങ്ങാനുള്ള ആക്സസ് ഇതുവഴിയാണ് കേട്ടോ. അവിടെ ഇറങ്ങാം. ഫിഷിങ്ങൊക്കെ ഉണ്ട്. എവിടെ ഇരുന്നാണ് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞത്. ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, സ്പീക്കേഴ്സൊക്കെ ഉണ്ടല്ലോ. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, ഹാമൊക്കെ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു ക്യാമ്പ് ഫയർ ഏരിയ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കാം. ഇപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെയാണെന്ന് തോന്നുന്നു. ഉണ്ടോ, ഇരിക്കാനൊക്കെ ആയിട്ട് ധാരാളം സ്പേസ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ മുകളിലും ഇരിക്കാം കേട്ടോ. കൊള്ളാം, ഈ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. റേറ്റും കുറവാണേ. റേറ്റ് ഞാൻ പറയാം. കുറേ മരങ്ങളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ കൊള്ളാം. ശരിക്കും ഒരു നല്ല ഒരു എന്താ പറയുക, തൊട്ടടുത്ത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഫോറസ്റ്റിനുള്ളിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഉച്ചയായതുകൊണ്ടാണ് കുറവ്. നമുക്ക് എന്തായാലും രാവിലെയൊക്കെ എഴുന്നേറ്റ് നോക്കാം. ഇവിടെ ധാരാളം കിളികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ അതൊരു വലിയ അത്ഭുതമല്ല, കാരണം തൊട്ടടുത്ത് ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ ഇവിടെ വരുന്നവർ രാത്രിയൊക്കെ പുറത്ത് അധികം നടക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മറ്റേ കാട്ടുപന്നിയൊക്കെ സ്ഥിരം ശല്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അവർ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ കാട്ടുപോത്തിനെ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അത് റെയറാണ്, എന്നാലും കാരണം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, ആ ഭാഗത്തോട്ടൊക്കെ. അല്ലാതെ വേറെ വലിയ വൈൽഡ് ആനിമൽസ് ഒന്നുമില്ല. എന്നാലും പിന്നെ അതുമാത്രമല്ല, രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് സ്ട്രീറ്റ് ലൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നത് ഇത്തിരി. ഇവിടെ നമുക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്പേസസ് ഒക്കെ ഉണ്ട്. എനിക്കൊന്നൊരു നല്ല ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ എനിക്കൊന്ന് ബോറടിക്കാൻ തോന്നും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പൂച്ച, അത് ഇവിടെ കുറേ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പ്ലമ്മിൻ്റെ ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. പിന്നെ മാവുണ്ട്, അതുപോലെ പ്ലാവ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ലിച്ചിയാണ് കേട്ടോ. പക്ഷേ കായുള്ള സീസൺ അല്ലാന്ന് തോന്നുന്നു. ലിച്ചിയുടെ മരം. അപ്പോൾ ഇങ്ങനെ കുറേ മരങ്ങളുണ്ട്. പിന്നെ കുരുമുളകൊക്കെ പടർത്തിയിട്ടുണ്ട് എല്ലാ മരത്തിലും.
അങ്ങനെ നമുക്ക് എന്താ പറയുക വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം വരുന്നവർക്കൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തൊക്കെ നടക്കാം. അങ്ങനെ ഒരുപാട് വലിയ റിസോർട്ടൊന്നുമല്ല, എന്നാലും ഞാനുള്ള ഏരിയയിൽ അവർ മാക്സിമം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ദേ ഇതൊരു കൊക്കോ മരമാണ് കണ്ടോ. കൊക്കോ ഒക്കെ പക്ഷേ പാടിയൊക്കെ പോയിരിക്കുന്നു. ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ചെറിയൊരു ഏരിയയിൽ തന്നെ. ഇതാണ് നമ്മുടെ സ്റ്റേയുടെ നൈറ്റിലെ ആംബിയൻസ് കേട്ടോ. അപ്പോൾ സമയം രാവിലെ 6 മണി. ഇവിടുത്തെ പ്രഭാത കാഴ്ചകൾ ഇതാണ് കേട്ടോ. ഇഷ്ടംപോലെ കിളികളുടെ സൗണ്ട്. സ്റ്റേയുടെ തൊട്ട് അടുത്തൂടെ തന്നെ ഇങ്ങനൊരു പുഴ ഒഴുകുന്നത് കൊണ്ട് ഇഷ്ടംപോലെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഈ മരങ്ങളിലൊക്കെ. അപ്പോൾ സമയം രാവിലെ 7:30. അപ്പോൾ ഇതാണ് നമ്മുടെ പുഴയിലേക്ക് പോകുന്ന ആ ഒരു വഴി കേട്ടോ, നമ്മുടെ സ്റ്റേയിൽ നിന്ന്. ചെറുനോക്കാരും രാവിലെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാതെ ഇപ്പോൾ വെള്ളം കുറേ ഭാഗങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിലുള്ള ആ റോഡ് അവസാനിക്കുന്നത് ഈ വഴിയാണ് കേട്ടോ. ഇവിടെ വന്നിറങ്ങും. പക്ഷേ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് ആക്ച്വലി. എന്താ പറയുക, നമ്മുടെ ഒരു ഓഫീസിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നല്ല റിലാക്സ് ചെയ്ത് ഒരു വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് അടുത്ത് നമുക്ക് പൊന്മുടിക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും. അതുപോലെ ബ്രെയ്മൂർ ഇതുവഴി പോകാൻ പറ്റും കേട്ടോ. തൊട്ടടുത്ത് തന്നെ, അതായത് നടന്നു പോകാനുള്ള ദൂരത്തിലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. തവയ്ക്കൽ വാട്ടർഫോൾസ് എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്, ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഏരിയയുടെ ആകാശക്കാഴ്ചകൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹെലികോപ്റ്റർ ഒന്ന് പറത്തി നോക്കാം അല്ലേ. കണ്ടോ, ഓടിപ്പോകുന്നത് ഒരു കാട്ടുപന്നിയാണ്. ഞാൻ മൊബൈലിലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. ക്യാമറ റൂമിലിരിക്കുക. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, അവിടെ ആ ഭാഗത്ത് വെയിലും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് അത് വന്നത്. ഈ കാടിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി അരുവി ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മായാസ് ലോഡ്ജ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്റ്റേയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയുന്ന ഒരു സെഗ്മെൻറ്റ് വന്നിരിക്കുകയാണ് എല്ലാ വീഡിയോസിലും പോലെ. ഇവിടുത്തെ മെയിൻ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഈ ഒരു ആംബിയൻസ് തന്നെയാണ്. ഫോറസ്റ്റിനോട് തൊട്ടടുത്ത് ഒരു പുഴയുടെ കരയിൽ, അതായത് കല്ലാർ തന്നെയാണ് ഈ ഒഴുകുന്നത്. അപ്പോൾ വിതിരയ്ക്കടുത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആംബിയൻസ് കിട്ടുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് വന്നാലായിരിക്കും കുറച്ചുകൂടെ ഭംഗി, കുറച്ചുകൂടെ പച്ചപ്പ് കൂടുതലായിരിക്കും. ഇപ്പോഴേ ഉണ്ട്, എന്നാലും ഈ ബ്രൗണിഷ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ ഗ്രീനിഷ് ആവും. അതുപോലെ തന്നെ പുഴയ്ക്ക് കുറച്ചുകൂടെ ഒഴുക്കുണ്ടാവും. പല സ്ഥലങ്ങളും അവിടെ മാത്രമേ, ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ആ ഭാഗത്ത് മാത്രമേ ഒഴുക്കുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ കുളിക്കാൻ കുറച്ചുകൂടെ, പക്ഷേ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കേട്ടോ. കാട്ടുപോത്തിനെയൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്നവരൊന്ന് സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ നൈറ്റിലത്തെ ഡിന്നർ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചാൽ കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ഒരു ഹോംലി ഫുഡാണ്, അതായത് പുറത്തുനിന്ന് ഒരാൾ ഇവരിവിടെ അടുത്തുള്ള ഒരാളെ അറേഞ്ച് ചെയ്തിട്ട് പുള്ളി വന്ന് കുക്ക് ചെയ്ത് തരുന്നതാണ്. കൊള്ളാം, നല്ല ടേസ്റ്റി ഫുഡൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് പൊന്മുടി പോവാം, അല്ലെങ്കിൽ ബ്രെയ്മൂർ ഇതിനടുത്താണ്. അതും അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരത്തിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അവിടെയും വേണമെങ്കിൽ പോയി കുളിക്കാം. പിന്നെ അവിടെ അധികം ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇതൊക്കെയാണ് പോസിറ്റീവ്സ്. നെഗറ്റീവ്സ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു കിടിലം എന്താ പറയുക പ്രോപ്പർട്ടിയായി മാറും. പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ കാടിൻ്റെ അടുത്തുകൂടെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വൃത്തിയൊക്കെ ആക്കിയിട്ടാണ്, എന്താ പറയുക, ഈ പല സ്ഥലങ്ങളും പുല്ലൊക്കെ വളർന്ന് കൂടുതലായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിടിലം ഒരു റിസോർട്ടായിരിക്കും. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് ആ ഒരു ഉണങ്ങി വരണ്ട് കിടക്കുന്നതും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ എന്താ പറയുക കാടൊക്കെ ഒരുപാട് പുല്ലൊക്കെ ഓവറായിട്ട് വളർന്ന് നിൽക്കുന്നതുകൊണ്ടും അതൊക്കെ ഒന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ കിളുമായിരിക്കും. ഇഷ്ടംപോലെ കിളികളുണ്ട് കേട്ടോ ആ മരങ്ങളിലൊക്കെ. ആ മരങ്ങളൊക്കെ നമ്മുടെ
റിസോർട്ടിൻ്റെ അവിടെയാണ്. ഇഷ്ടംപോലെ കിളികളുണ്ട്, പല ടൈപ്പ് കിളികൾ. നല്ല ബഹളമാണ് രാവിലെയൊക്കെ. ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ അതും ഇതിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് ഡ്യൂക്സ് ഫോറസ്റ്റ് ലോഡ്ജ് എന്ന് പറഞ്ഞൊരു കിടിലൻ റിസോർട്ട് സ്റ്റേ ചെയ്യുന്നതായിരുന്നു. അതിൻ്റെ ഒരു ആംബിയൻസാണ് എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത്. അതിൻ്റെ ഒരു വളരെ ഒരു ചെറിയ വേർഷൻ, കുറച്ച് റൂംസേ ഉള്ളൂ. റൂംസിൻ്റെ എണ്ണം വളരെ കുറവാണ്. എനിക്കൊന്ന് 3, 4, 5 റൂംസേ ഉള്ളൂ മൊത്തത്തിൽ. ഈ ഒരു മൊത്തത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതേ. ഇവിടുത്തെ റേറ്റ് പറയാൻ ഞാൻ മറന്നുപോയി. ഞങ്ങൾക്ക് ആക്ച്വലി ആയത് 3500 കേട്ടോ, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അത് വീക്ക് ഡേയ്സിൽ പിന്നെയും കുറയും കേട്ടോ. ഞങ്ങൾ വീക്കെൻഡാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മായാസ് ഫോറസ്റ്റ് ലോഡ്ജ് എന്ന് പറയുന്ന ഈ കുഞ്ഞ് റിസോർട്ടിൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്റ്റേ ആണ്. അപ്പോൾ അത് വരുന്നവർ അത് ശ്രദ്ധിച്ചോളുക. അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതുപോലുള്ള മറ്റൊരു യാത്രാ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണാം. ബൈ.